മഹർഷി വാൽമീകിയുടെ അത്ഭുത രാമായണത്തിലും മഹർഷി പരാശരന്റെ ഹനുമത് ചരിതത്തിലും സഹസ്രരാവണൻ എന്ന രാക്ഷസനെക്കുറിച്ച് പരാമർശമുണ്ട്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഈ രാക്ഷസന് 1000 തലകളുണ്ടായിരുന്നു. ദശാനനനായ രാവണനേക്കാൾ ദശലക്ഷം മടങ്ങ് ശക്തിയുമുണ്ടായിരുന്നു. അവൻ 10 തലയുള്ള രാവണന്റെ മൂത്ത സഹോദരനായിരുന്നു. കൈകേസിയുടെയും വിശ്രവസ്മുനിയുടെയും പുത്രനായിരുന്നു. അവൻ പുഷ്കർ എന്ന ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിച്ചു. തന്റെ കൈകളുടെ ശക്തികൊണ്ട് ലോകത്തെ മുഴുവൻ കഷ്ടപ്പെടുത്തി. ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ എന്ന വരം അവനുണ്ടായിരുന്നു. രാമനെയും ഹനുമാൻ ഉൾപ്പെടെയുള്ള വാനരന്മാരുടെ മുഴുവൻ സൈന്യത്തെയും തോൽപ്പിക്കാൻ അവന് ശക്തിയുണ്ടായിരുന്നു. രാവണന്റെ മരണവാർത്ത അറിഞ്ഞ കൈകസി സഹസ്രരാവണനെ വിളിച്ചുവരുത്തി. അവൻ രാമനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും വളരെ കഠിനമായ പോരാട്ടം നൽകി. രാക്ഷസനെ സീതാദേവി കൊല്ലേണ്ടതിനാൽ രാമനും മുഴുവൻ സൈന്യവും യുദ്ധക്കളത്തിൽ ബോധരഹിതരായി വീണു. ഇതിനിടയിൽ സീതാദേവി അവിടെയെത്തി. തന്റെ പ്രിയപ്പെട്ടവർ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ദേവി ദുഃഖിതയായി. തൽക്ഷണം അവൾ തന്റെ ശാന്തവും മധുരവുമായ രൂപമുപേക്ഷിച്ച് ഭയാനകമായ ശക്തി മഹാകാളി രൂപം സ്വീകരിച്ചു. മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ രാക്ഷസനെ കൊലപ്പെടുത്തുകയും ചെയ്തു. എല്ലാ ദേവന്മാർക്കും കീഴടക്കാൻ കഴിയാത്ത രാക്ഷസനെ നിമിഷങ്ങൾക്കുള്ളിൽ കൊലപ്പെടുത്തി. ഇതിനുശേഷം കാളിയുടെ കോപം നിയന്ത്രണാതീതമായി. കാളിയുടെ കോപം സൃഷ്ടിയെ മുഴുവൻ തടസ്സപ്പെടുത്തി. ദേവന്മാർ കാളിയുടെ അടുത്തുപോകാൻ ഭയപ്പെട്ടു. സമയബന്ധിതമായി കാളിയെ തടഞ്ഞില്ലെങ്കിൽ അവളെല്ലാം നശിപ്പിക്കുമെന്ന് വ്യക്തമായപ്പോൾ ദേവന്മാർ ശ്രീരാമനെ ഉണർത്തി. ശ്രീരാമൻ സ്തുതിഗീതങ്ങൾ ആലപിച്ച് കാളിയെ പുകഴ്ത്തി. കാളി ശാന്തയായി സീതാരൂപത്തിലേക്ക് മാറി.